ഹായ് ഓൾ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉത്സവം നടക്കുവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ എല്ലാവരും കൂടെ അവിടേക്ക് പോവുകയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് കാറ് കുറച്ച് ദൂരെ ഇട്ടിട്ട് നടന്നാണ് പോയത്. ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ ഉത്സവമായതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഇടാൻ ലേറ്റായി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫ്യൂഷൻ നടക്കുകയായിരുന്നു. കുറച്ച് നേരം നിന്ന് അതൊക്കെ കണ്ടിട്ട് പർച്ചേസിങ് തുടങ്ങി. എല്ലാ കടകളിലും കയറി ഇറങ്ങി ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബാക്കിയൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ കാറിൽ വെക്കുന്നതാണ്. ഈ ഗണപതിയുടെ ലൈറ്റ് ഓണാക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. വേദു ഇഷ്ടപ്പെട്ട സാധനങ്ങളെയൊക്കെ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു മുയലിനെ അവൻ സെലക്ട് ചെയ്തു. അത് ചാച്ചൻ വാങ്ങിക്കൊടുത്തു. എംബിക്ക് ഇവിടെ വേദു മുയലിനെ പിടിച്ചിട്ടുള്ള വീഡിയോ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഉത്സവം കഴിയാറായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ ആകെ 10 ദിവസത്തെ ഉത്സവമാണ്. അതിൽ 5 ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കടകളും ലൈറ്റും ഒക്കെ കണ്ട് ഇതിലെ നടക്കാൻ നല്ല രസമാണ്. അമ്പലത്തിൽ കയറിയപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിയായിരുന്നു. എല്ലാവർക്കും അറിയാലോ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണെന്ന്. പക്ഷെ കഴിക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവിടെ കുറച്ച് ചേട്ടന്മാർ ഹോം മെയ്ഡ് കേക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങി. വേദുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബലൂൺ അവൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അത് പിന്നെ അമ്മൂമ്മ വാങ്ങിക്കൊടുത്തു. ഈ സ്നേക്ക് ആൻഡ് ലാഡറില്ലേ, എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഫ്രീ ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കളിക്കാറുമുണ്ട്. എല്ലാവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗെയിമാണത്. ഇവിടുത്തെ ലൈറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ആദ്യം നമ്മൾ ശബരിമല കാണും. അപ്പം തന്നെ അത് മാറി ഫോറസ്റ്റ് ആവും. പിന്നെ ഇവിടെ കുറച്ച് ബാഗുകളും ഒക്കെ വിൽക്കാനുണ്ടായിരുന്നു. ഈ മൈലാഞ്ചിയുടെ അച്ച് ഇതുവരെ ഞാൻ കയ്യിലിട്ടിട്ടില്ല. പക്ഷേ അത് കാണാൻ ഇഷ്ടമാണ്. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് ചാച്ചൻ കയ്യിലടിപ്പിച്ചു. ആ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതെൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് പെൻസിലും പെന്നും. ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ എടുത്തു. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ കഴിക്കാൻ കടലയും പട്ടാണിയും ഒക്കെ വാങ്ങി. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് കടകളുണ്ടായിരിക്കും ഇവിടെ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. പിന്നെ ഫുഡ് അടിയുടെ ടൈമായി. കോളിഫ്ലവർ ബജിയും പാനിപ്പൂരി ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് അത്തറിൻ്റെ ഏരിയ ആയിരുന്നു. അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ എന്തൊരു മണമാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ലൈറ്റൊക്കെ കണ്ടു. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ലൈറ്റ് ഒരുപാട് ഫേമസ് ആണ്. ഇത് അമ്പലക്കുളമാണ് കേട്ടോ. കുളത്തിന് ചുറ്റുമായിട്ടാണ് ലൈറ്റുകളെല്ലാം വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ കുളത്തിൻ്റെ നടുക്കൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കാട്ടിത്തരാമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അതവിടെ ഇല്ല. പള്ളിവേട്ട വരാൻ അപ്പോഴേക്കും സമയമായിരുന്നു. അതാണ് ഇവിടൊക്കെ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്നത്. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. പിന്നെ അവിടെ ഒരുപാട് ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടുന്ന് നമ്മളൊരു മിൻറ്റ് വാങ്ങിയിരുന്നു. ഇന്ന് ജസ്റ്റ് കണ്ടിട്ടിങ്ങ് പോരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് മീനുകളെ വലിയ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവിടുന്ന് 2 ഏഞ്ചൽ ഫിഷിനെ വാങ്ങി.
ഫൈറ്ററെ വാങ്ങാനാണ് പോയത്. ഏഞ്ചൽ ഫിഷിനെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഫിഷിനെ വേദുവിനെ കാണിക്കാമെന്ന് കരുതി ചെന്നപ്പോഴോ കഴിക്കാനുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ടാണോ അതോ എന്ത് കിട്ടിയാലും വായിൽ വെക്കുന്നത് കൊണ്ടാണോ അവരത് കടിച്ചു പൊട്ടിക്കാൻ നോക്കിയായിരുന്നു. പിന്നെ നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും അവിടുന്ന് ഓരോ സോഡ ലൈം കുടിച്ചു. എന്തൊരാശ്വാസമായിരുന്നു. ഇനി തിരികെ നടന്നാലോ? അങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഐസ്ക്രീം കണ്ടത്. വാങ്ങിയില്ലേലും അത് ചുറ്റിച്ചെടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇനി തിരിയായി ഇത്രയും കൂടി നടക്കണം. എങ്കിലല്ലേ നമ്മുടെ കാറ് പാർക്ക് ചെയ്തെടുത്ത് എത്താൻ പറ്റൂ. തിരികെ നടക്കുമ്പോൾ പള്ളിവേട്ടയുടെ സമയമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തൊഴുതു. കുറച്ച് നേരം നിന്ന് കണ്ടിട്ടാണ് തിരികെ മടങ്ങിയത്. ഇത്തവണ ഉത്സവത്തിന് വരാൻ പറ്റാത്തവരൊക്കെ പറ്റുമെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ വരാൻ നോക്കണേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.